അങ്ങനെ ബിഗ് ബോസ് 7 വിജയിയായി അനുമോളെ പ്രഖ്യാപിച്ചു. അനുമോൾക്ക് 42.5 ലക്ഷം രൂപയും ഒരു പുതിയ SUVയും ലഭിച്ചു. ആസൂത്രണം ചെയ്ത PR ക്യാമ്പയിനാണെന്ന അവകാശവാദം അവരുടെ മാനേജർ നിഷേധിച്ചു. മോഹൻലാൽ അവതാരകനായി എത്തിയ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ വർണ്ണാഭമായി അവസാനിച്ചു. നടിയും അവതാരകയുമായ അനുമോൾ ട്രോഫി ഉയർത്തി. ബിഗ് ബോസ് മലയാളത്തിന്റെ ഒരു പതിപ്പ് നേടിയ രണ്ടാമത്തെ വനിതയാണ് അവർ. ട്രോഫിക്കൊപ്പം 42.5 ലക്ഷം രൂപയും അവർ സ്വന്തമാക്കി. യഥാർത്ഥ 50 ലക്ഷം സമ്മാനത്തുകയിൽ നിന്ന് കുറഞ്ഞ തുകയായിരുന്നു ഇത്. അതേസമയം കോമൺകാരനായ അനീഷ് ഫസ്റ്റ് റണ്ണറപ്പായി. ഫൈനലിസ്റ്റുകളായ ഷാനവാസ്, നെവിൻ, അക്ബർ എന്നിവർ ഷോയിൽ നിന്ന് നേരത്തെ പുറത്താക്കുകയും യഥാക്രമം രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും റണ്ണറപ്പുകളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. രേണു സുധി, അപർണ ശരത്, ശൈത്യ, സന്തോഷ്, ആദില, നൂറ, സരിക, രഞ്ജിത്ത്, ഗിസേലെ തക്രെ, ബിന്നി, നൂബിൻ, റീന ഫാത്തിമ, അഭിലാഷ്, ആര്യൻ കത്തൂരിയ, RJ ബിൻസി, കലഭവൻ സാബു എന്നിവരുൾപ്പെടെ 20 ആൾക്കാരെയും കൊണ്ടാണ് സീസൺ ആരംഭിച്ചത്. വൈവിധ്യമാർന്ന പങ്കാളികളുടെ മിശ്രിതത്തിൽ ഈ സീസൺ വേറിട്ടിരുന്നു. മുൻ പതിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പരിചിത മുഖങ്ങളിൽ നിന്ന് കൂടുതൽ ചായ്വുള്ളവയായിരുന്നു. ടാസ്കുകളും കൂടുതൽ കഠിനമായിരുന്നു. അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ പണികൾ ഗെയിമിനെ ആഴ്ചതോറും പ്രവചനാതീതമാക്കി. മത്സരാർത്ഥികളുടെ പ്രേക്ഷക ധാരണയെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ട് വീടിന് പുറത്ത് PR ക്യാമ്പയിനുകൾ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു എന്ന വാർത്തയും ഷോയിൽ ഇടം നേടി. ഒടുവിൽ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ഒരു സാധാരണക്കാരൻ ഫൈനലിലെത്തി ഷോയ്ക്ക് ഒരു സുപ്രധാന നിമിഷം അടയാളപ്പെടുത്തി. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്കാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ആരംഭിച്ചത്. കൂടാതെ ജിയോ ഹോട്ട്സ്റ്റാറിലും സ്ട്രീം ചെയ്യാൻ അവ ലഭ്യമായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും പരാതിയും പരിഭവവും സന്തോഷവും സങ്കടവും തീരുമാനമാക്കി അനുമോൾ വിന്നറായിരിക്കുകയാണ്. നമുക്ക് ആശംസകൾ നേരാം.